ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബട്ടർ ചിക്കൻ നമുക്ക് സ്റ്റാർട്ടാക്കാം കേട്ടോ. ബട്ടർ ചിക്കന് വേണ്ടി ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യണം. ഇതിനായിട്ട് ഞാനിവിടെ ബോണുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബോൺലെസ്സും യൂസ് ചെയ്യാം. യോഗേർട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാവും. ചിക്കൻ്റെ അളവിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് ഇത്രയും, പിന്നെ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ യൂസ് ചെയ്യുക. ഞാൻ ആദ്യം ഇതിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ലാസ്റ്റിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോഴാണ് ഇട്ടിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം മാത്രം പൊരിക്കേണ്ടതാണ്. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ബട്ടറും കൂടി ഇട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ചിക്കൻ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ കുക്കാക്കി എടുക്കാനുള്ളത്. നമ്മളുടെ മറ്റ് ചിക്കൻ പോലെ തന്നെ ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും പൊരിഞ്ഞ് വരില്ല. ഇതൊന്ന് കുക്കാവുക, കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും, അത്രയും മാത്രം മതിയാകും. ഇവിടെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ബട്ടർ ചിക്കന് നല്ലൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അതുപോലെ നമ്മുടെ കറി ഉണ്ടാക്കുന്ന സമയത്തും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് വേണ്ടാത്ത ആൾക്കാർക്ക് ആ ഒരു ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ മസാല റെഡിയാക്കാമല്ലോ. അതിനായിട്ട് എണ്ണയും സൺഫ്ലവർ ഓയിലും അതുപോലെ ബട്ടറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ നമ്മുടെ മസാല ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം, ബട്ടർ ചിക്കൻ ആകുമ്പോഴത്തേക്കും ബട്ടറിൻ്റെ ഒരു ഇത് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇവിടെ ഞാൻ 2 സവാളയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതും അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ സവാളേൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടിയിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതും ഇട്ട് നല്ലതുപോലെ തക്കാളി നല്ല ഉടഞ്ഞു വരുന്ന പരുവം വരെ നമ്മൾ നല്ലതുപോലെ കുക്കാക്കി എടുക്കണം. നല്ല ഉടഞ്ഞു തന്നെ വരണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഏകദേശം ഇതൊന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ തവി വെച്ച് ഒന്ന് ഇടിച്ചു കൊടുത്താലും മതി, വേഗം ഉടഞ്ഞു കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം. ഇതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാല, അതിനുശേഷം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്കും ഇതിലേക്കൊരു 10 മുതൽ 15 വരെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്.
ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട് നമ്മുടെ മസാല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, 1/4 മുതൽ 1 കപ്പ് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ക്രീമി ഒരു ടെക്സ്ചറിലായിരിക്കും ഇത് വരുന്നത്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ മസാലയെല്ലാം സെറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ബട്ടറാണ് ഇടുന്നത്. ബട്ടർ ഒന്ന് നല്ല രീതിക്ക് മെൽറ്റായി വരണം. അങ്ങനെ ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അതിനുശേഷം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഇടുമ്പോഴാണ് നമ്മുടെ ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനിയും ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് സിമ്മർ ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതിൻ്റെ ബട്ടറും എല്ലാം ആയിട്ട് ഒരുമിച്ച് തന്നെ ഒഴിക്കുക. ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ അവർ ഫുഡ് കളർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഫുഡ് കളറും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്മോക്കി ഫ്ലേവർ കൊടുക്കേണ്ട ആൾക്കാർക്ക് സ്മോക്കി ഫ്ലേവർ കൊടുത്ത് തന്നെ ഉണ്ടാക്കുക. അപ്പം എക്സ്ട്രാ ടേസ്റ്റ് തന്നെ ആയിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.